LMV അല്ലെങ്കിൽ HMVയുടെ ഡീസൽ എഞ്ചിനിലെ വിവിധ ഭാഗങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. എഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ സ്റ്റോപ്പ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിക്കും. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിളിന്റെ ഡീസൽ എഞ്ചിനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ തിരിച്ചറിയാനും വിവിധ തരം എഞ്ചിൻ ക്രാങ്കിംഗ് രീതികൾ പട്ടികപ്പെടുത്താനും ഡീസൽ സ്റ്റാർട്ടിംഗ് രീതികൾ വിശദീകരിക്കാനും നിങ്ങൾക്ക് കഴിയും. ഡീസൽ എഞ്ചിനുകൾ നിർത്തുന്ന രീതിയും വിശദീകരിക്കും. ഇനി നമുക്ക് ഡീസൽ എഞ്ചിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയാം. ഇവിടെ ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാക്കണം. കട്ട് സെക്ഷൻ മോഡൽ ഡീസൽ എഞ്ചിൻ വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. ഡീസൽ എഞ്ചിൻ കട്ട് സെക്ഷൻ മോഡലിലെ ഭാഗങ്ങൾ തിരിച്ചറിയുക. റേഡിയേറ്റർ, ഓൾട്ടർനേറ്റർ, ഇൻലൈറ്റ്, മാനിഫോൾഡ്, സെൽഫ് സ്റ്റാർട്ടർ, ഡിപ്സ്റ്റിക്, വാൽവ് കവർ, ഫ്യൂവൽ ഫീഡ് പമ്പ്, ഫ്യൂവൽ ഫിൽട്ടർ, ഫ്ലൈ വീൽ ആൻഡ് ഹൗസിംഗ്, വാട്ടർ പമ്പ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, എഞ്ചിൻ ഹെഡ്, വാൽവ് അസംബ്ലി, റോക്കർ ആം, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ടൈമിംഗ് ഗിയർ, ഓയിൽ പമ്പ് എന്നിവ കണ്ടെത്തുക. ഹാൻഡ് ക്രാങ്കിംഗ്, ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിംഗ്, ഹൈഡ്രോളിക്സ്, ക്രാങ്കിംഗ് മോട്ടോറുകൾ, കംപ്രസ് ചെയ്ത എയർ ക്രാങ്കിംഗ്, ഗ്യാസോലിൻ എഞ്ചിൻ സ്റ്റാർട്ട് എന്നീ വ്യത്യസ്ത രീതികളിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഹാൻഡ് ക്രാങ്കിങ്ങിൽ ക്രാങ്ക് ഹാൻഡിൽ അല്ലെങ്കിൽ കയർ എന്നിവ ഉപയോഗിച്ച് ചെറിയ ഡീസൽ എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിംഗ് സിസ്റ്റത്തിൽ എഞ്ചിന്റെ ഫ്ലൈ വീൽ തിരിക്കുന്നതിന് ഒരു സ്റ്റാർട്ടർ മോട്ടോർ ഉപയോഗിക്കുന്നു. സ്റ്റാർട്ടർ മോട്ടോറിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ബാറ്ററി ഉപയോഗിക്കുന്നു. ഹൈഡ്രോളിക് ക്രാങ്കിംഗ് മോട്ടോർ സിസ്റ്റത്തിൽ ഉയർന്ന പ്രഷറിലുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഹൈഡ്രോളിക് സ്റ്റാർട്ടർ മോട്ടറിലൂടെ കടത്തിവിട്ട് എഞ്ചിൻ ഫ്ലൈ വീൽ തിരിക്കുന്നു. ഒരു കൈ പമ്പ് അല്ലെങ്കിൽ എഞ്ചിൻ റൺ പമ്പ് നൽകിയിരിക്കും. ഉയർന്ന മർദ്ദത്തോടു കൂടിയ ഫ്ലൂയിഡ് അക്യുമുലേറ്ററിൽ അടിഞ്ഞുകൂടുന്നു. സ്റ്റാർട്ടിംഗ് ലിവർ അമർത്തിയാൽ കൺട്രോൾ വാൽവ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഹൈഡ്രോളിക് സ്റ്റാർട്ടർ മോട്ടറിലൂടെ കടന്നുപോകാൻ അനുവദിക്കുന്നു. കംപ്രസ്ഡ് എയർ ക്രാങ്കിംഗ് രീതിയിൽ റിസർവോയറിൽ നിന്നുള്ള കംപ്രസ് ചെയ്ത വായു എഞ്ചിൻ സിലിണ്ടർ ഹെഡിലെ ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് വാൽവ് വഴി സ്വീകരിക്കുന്നു. പവർ സ്ട്രോക്കിന്റെ തുടക്കത്തിൽ പിസ്റ്റൺ മുകളിലെ ഡെഡ് സെന്ററിലായിരിക്കുമ്പോൾ എഞ്ചിനെ ക്രാങ്ക് ചെയ്യാൻ കഴിയുന്ന പ്രഷറിൽ എഞ്ചിൻ വേണ്ടത്ര വേഗത്തിൽ തിരിയുമ്പോൾ ഇന്ധനം കത്തിക്കുകയും എഞ്ചിൻ സ്വന്തം ശക്തിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വായു വിതരണം വിച്ഛേദിക്കപ്പെടും. വായുമർദ്ദം സൃഷ്ടിക്കാൻ ഒരു എയർ കംപ്രസർ ഉപയോഗിക്കുന്നു. എഞ്ചിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ ആണ് എയർ കംപ്രസറായി പ്രവർത്തിക്കുന്നത്. ഗ്യാസോലിൻ എഞ്ചിൻ സ്റ്റാർട്ടർ സംവിധാനം ഹെവി ഡ്യൂട്ടി എർത്ത് മൂവിംഗ് എഞ്ചിനുകളിലാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസോലിൻ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ഹാൻഡ് ക്രാങ്കിംഗ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചോ സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസോലിൻ എഞ്ചിൻ ഹെവി എഞ്ചിനെ ക്രാങ്ക് ചെയ്യുന്നു. സാധാരണയായി ഡീസൽ എഞ്ചിനുകൾ നിർത്തുന്നത് എഞ്ചിൻ വേഗത കുറഞ്ഞ നിലയിലേക്ക് എത്തിച്ചതിനു ശേഷം ഇന്ധന വിതരണം നിർത്തിയാണ്. ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. റേഡിയേറ്ററിലെ ജലനിരപ്പ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ടോപ്പപ്പ് ചെയ്യുക. എഞ്ചിൻ ഓയിൽ ലെവലും ആവശ്യമെങ്കിൽ ടോപ്പ് അപ്പ് പരിശോധിക്കുക.
ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് പരിശോധിച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യുക. കീ ഓൺ സ്ഥാനത്തേക്ക് തിരിക്കുക. ഡാഷ്ബോർഡിലെ മുന്നറിയിപ്പ് ലൈറ്റുകൾ ശ്രദ്ധിക്കുക. ബാറ്ററി ലൈറ്റുകൾ ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നു, അതായത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നു. എൻജിൻ ഓയിൽ ലൈറ്റ് ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നു, അതായത് എണ്ണ കുറവാണ് അല്ലെങ്കിൽ ഇല്ല. പാർക്കിംഗ് ബ്രേക്ക് ലൈറ്റ് ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നു, അതായത് പാർക്കിംഗ് ബ്രേക്ക് പ്രയോഗിക്കുന്നു. സീറ്റ് ബെൽറ്റ് ലൈറ്റ് ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നു, അതായത് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. പാർക്കിംഗ് ബ്രേക്ക് ഇടുക. ഇപ്പോൾ വെളിച്ചം ചുവപ്പ് കാണിക്കുന്നില്ല. സീറ്റ് ബെൽറ്റ് ശരിയായി ധരിക്കുക. ഇപ്പോൾ വെളിച്ചം ചുവപ്പ് കാണിക്കുന്നില്ല. ഗിയർ ന്യൂട്രൽ സ്ഥാനത്തേക്ക് മാറ്റുക. ഫ്യൂവൽ ഗേജ് റീഡിംഗ് ശൂന്യമായി നിന്ന് പൂർണ്ണമായി കാണിക്കുന്നത് വരെ നിരീക്ഷിക്കുക. കുറഞ്ഞ താപനില കാണിക്കുമ്പോൾ ടെമ്പറേച്ചർ ഗേജ് റീഡിംഗ് നിരീക്ഷിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലറേറ്റർ പെഡൽ അമർത്തരുത്. എൻജിൻ ആരംഭിക്കുന്നത് സ്റ്റാർട്ടർ പുഷ് ബട്ടൺ അമർത്തുക, അല്ലെങ്കിൽ ഇഗ്നിഷൻ കീ കൂടുതൽ തിരിക്കുക. എൻജിൻ ആരംഭിച്ചയുടൻ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഇഗ്നിഷൻ കീ റിലീസ് ചെയ്യുക. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ സ്റ്റാർട്ടർ ബട്ടൺ അല്ലെങ്കിൽ കീ പ്രവർത്തിപ്പിക്കരുത്. എൻജിൻ ഉടൻ ആരംഭിക്കുന്നില്ലെങ്കിൽ സ്റ്റാർട്ടർ ബട്ടൺ അമർത്തി കീ ഓണാക്കുക. ഇത് 10 സെക്കൻഡ് തുടർച്ചയായി ചെയ്താൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും അമിതമായി ചൂടാകുകയും ചെയ്യും. RPM മീറ്ററിൽ നിഷ്ക്രിയ വേഗത RPM പരിശോധിക്കുക. RPM ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്നതിനും എൻജിൻ ചൂടാകാൻ അനുവദിക്കുന്നതിനും ആക്സിലറേറ്റർ പെഡൽ അമർത്തുക. എൻജിൻ നിർത്താൻ ആക്സിലേറ്റർ പെഡലിൽ നിന്ന് കാൽ നീക്കം ചെയ്യുക. എൻജിൻ നിർത്തുന്നതിന് ഇഗ്നിഷൻ കീ ഓഫ് സ്ഥാനത്തേക്ക് മാറ്റുക. ഹെവി മോട്ടോർ വെഹിക്കിൾ ഡീസൽ എഞ്ചിനിലെ വിവിധ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കുക എന്ന വിഷയത്തിലാണ് ഈ സെഷൻ നടന്നത്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിളിന്റെ ഡീസൽ എഞ്ചിനിലെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയാനും വ്യത്യസ്ത തരം എഞ്ചിനിൽ ക്രാങ്കിംഗ് രീതികൾ പട്ടികപ്പെടുത്താനും ഡീസൽ എഞ്ചിന്റെ വിവിധതരം സ്റ്റാർട്ടിംഗ് രീതികൾ വിശദീകരിക്കാനും സാധിച്ചു എന്ന് കരുതുന്നു.